ഇനിയിപ്പോൾ അക്കാഡമിയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു. ഇനി മറ്റൊരു ഇതുണ്ട് ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ, ഗോപിയുടെ കൂടെ നിന്ന് പുതിയ ഐഡിയാസൊക്കെ പകർന്നു തരാനും അതുപോലെ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള അല്ലേ ഒരുപാട് ഐഡിയാസ് നമുക്ക് തരാനും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ അല്ലേ. ഒരുപാട് എന്നെ സഹായിച്ച ആളാണ് ശ്രീകാന്ത്. അതെ. അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ശ്രീകാന്ത് കോട്ടയ്ക്കൽ. ശ്രീകാന്തിനെ പത്രപ്രവർത്തകനും എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഗോപിയായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ മാജിക്കിന് ശ്രീകാന്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി അറിയില്ല. 2000-ലാണ് മാതൃഭൂമിയുടെ മലപ്പുറം എഡിഷൻ വന്നത്. അപ്പോൾ അന്ന് ഞാൻ മാതൃഭൂമി ജോയിൻ ചെയ്യുന്ന വർഷമാണ്. അപ്പോൾ അന്ന് നിലമ്പൂരിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട് എന്നോടൊരു അവിടെ ഈ സപ്ലിമെൻറ്റ്സ് കുറേ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഗോപിയേട്ടനെ ആദ്യമായിട്ട് വിളിക്കുന്നത്. മാതൃഭൂമി പോലുള്ളൊരു വലിയ സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ ബന്ധപ്പെടും, ഒരുപാട് ആളുകൾ സംസാരിക്കും, പല മേഖലകളിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഒരു എഡിഷനൊക്കെ പുതിയത് വരുമ്പോൾ. പക്ഷെ നമ്മൾ ആ ഒരു വിളികൾക്കപ്പുറത്തേക്ക് ഒരു ബന്ധം തുടരണമെങ്കിൽ നമ്മളുടേതായ എന്തൊക്കെയോ ടേസ്റ്റുകൾ ഈ മനുഷ്യരിലുണ്ടെന്നും ചില വാക്കുകളോ ചില പ്രയോഗങ്ങളോ അതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അങ്ങനെ ഒരു ബന്ധം. സ്വാഭാവികമായിട്ടും പിന്നെയും ആ വിളികൾ തുടരുകയും ഒരു തവണ നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ആ വീടും പരിസരവും അവിടുത്തെ ഒരു വൈകുന്നേരവും രാത്രിയും ഭക്ഷണവും ആ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളും കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു അതൊക്കെ നമ്മളുടെ ഒരു മൈൻഡുമായിട്ട് എവിടെയൊക്കെയോ സിങ്ക് ചെയ്തു പോകുന്നു. അപ്പോഴൊന്നും ഞാൻ ഗോപിയുടെ ഷോകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു, എനിക്ക് മാജിക്കിൽ ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ചില ഷോകളിൽ ഞങ്ങൾ ഒന്നിച്ച് കാണാം, പക്ഷെ എന്നിട്ടും ഞാൻ ഷോ കാണാൻ പോയിട്ടില്ലായിരുന്നു. വയനാട്ടിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി ശരി ഗോപിയുടെ ഷോ കഴിഞ്ഞ് വരികയും എന്നാൽ മാജിക് അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു സമയത്താണ് നമ്മൾ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ്റെ പുസ്തകം നോവലിനെ ബേസ് ചെയ്തിട്ട് സാധനം. അപ്പോൾ ഗോപിയേട്ടൻ പറഞ്ഞു, ഞാനൊരു സാധനം എഴുതിയിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. അത് പ്രിൻ്റ് ഔട്ട് എനിക്ക് അയച്ചു തന്നു. പക്ഷേ അത് വായിച്ചു നോക്കിയപ്പോൾ അത് വളരെ മനോഹരമായി എഴുതിയൊരു സാധനം. അപ്പം ഞാൻ പറഞ്ഞതിൽ കറക്റ്റ് ചെയ്യാനൊന്നുമില്ല, എനിക്ക് കറക്റ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ തോന്നി. അപ്പം അത് തന്നെ ചെയ്യാതിരിക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ അത് മാഹിയിൽ സ്റ്റേജ് ചെയ്തു. അത് കാണാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഇതിനുണ്ട് എന്നും മാജിക്കിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ മനുഷ്യന് ആഗ്രഹമുണ്ടെന്നും സ്റ്റേജ് ഷോ അതൊരു റൂട്ടീൻ വർക്കിൻ്റെ ഭാഗമാണ്, എന്നാൽ പുതിയ ചില ആലോചനകൾ ഇതിലേക്ക് വരണം. അപ്പം അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നിച്ച് ചില യാത്രകൾ കാശ്മീർ അങ്ങനെയൊക്കെ പോയി. അപ്പോഴൊക്കെ ഇങ്ങനെ ഗോപിയേട്ടൻ പറയും, 7 കൊല്ലം കൂടി ഞാൻ ചിലപ്പോൾ സ്റ്റേജിലുണ്ടാവുള്ളൂ, പ്രായം വരും, കയ്യിന് വിറ വരും, അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സ്വാഭാവികമല്ലേ, അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതല്ലാതെ ചില സാധനങ്ങൾ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ആദ്യം വേലുത്തമ്പി ദളവയുടെ ഒരു ചെയ്തത് കടയാറ്റുണ്ണിത്താൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് ഗോപിയേട്ടൻ തന്നെ ഒരു ഐഡിയ ആയിരുന്നു, നമ്മളത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എഴുതൽ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഇത് പ്രസൻറ്റ് ചെയ്യണ്ടേ. പക്ഷേ അവിടെയും ഗോപിയേട്ടൻ പറഞ്ഞു എന്തെഴുതിയാലും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമാണ്. നമ്മൾ അങ്ങനെ അത് എഴുതി കൊടുക്കുമ്പോൾ ശ്രീകാന്ത് എന്ത് വേണം എഴുതിക്കോ, നമുക്കതിൽ വർക്ക് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഇതിലാര് മറ്റേ വേലുത്തമ്പി. അപ്പോൾ ഞാൻ പറഞ്ഞു സായികുമാർ ചെയ്യാം. അങ്ങനെ അതിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങാൻ നമ്മൾ ഡൽഹിയിലേക്ക് പോയി. അങ്ങനെ അത് അല്ലേ ഡൽഹിയിലേക്ക് പോയി, അവിടുന്ന് അത് കുണ്ടറ വെച്ച് ചെയ്തു. അത് വലിയൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അങ്ങനെ പിന്നെ ഓരോ സബ്ജക്റ്റുകൾ. ഇപ്പോൾ അബ്ദുൽ കലാമിൻ്റെ പുസ്തകം ചെയ്യുന്നു, പിന്നെ ഈ ഇദ്ദേഹത്തിന് സ്വാതി തിരുനാളിൻ്റെ ലൈഫ്, പിന്നെ ഇലക്ഷനെ പറ്റിയുള്ള വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ സംഗതി. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഗോപിയേട്ടനോട് ചോദിച്ചു എന്തൊക്കെ മാജിക്ക് ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ച് നമുക്ക് എഴുതാം, പാട്ട് എഴുതുന്ന പോലെ തന്നെ ഉള്ളൊരു സംഗതി മാറി. അപ്പോൾ ഗോപിയേട്ടനോട് പറഞ്ഞു നിങ്ങൾ എന്ത് മാജിക്ക് ചെയ്താൽ അതിനനുസരിച്ച് ഞാൻ എഴുതിത്തരാം. അസാധ്യം എന്നുള്ളത് നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഗതി ഗോപിയേട്ടൻ്റെ ഞാൻ കണ്ടിട്ടില്ല. കഴിയാത്ത സാധനങ്ങൾ കഴിയില്ല. അപ്പം ഞാൻ പലപ്പോഴും ഇപ്പോൾ ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെന്താണ് ഗോപിയേട്ടൻ അതെങ്ങനെ ചെയ്തത്, ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്ന് പറയും. ഇങ്ങനെ ചെയ്ത അപ്പോൾ അത് പിന്നെ പറഞ്ഞു. അപ്പം അത് പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഗോപിയേട്ടൻ അത് സ്വാഭാവികമായിട്ട് മറന്നതായിട്ട് അഭിനയിക്കും, ഞാനും മറന്നതായിട്ട് അഭിനയിക്കും. അപ്പോൾ പിന്നെ അത് രണ്ടും ആ വഴിക്ക് പോകും. അപ്പോൾ നിങ്ങൾ മറന്നിട്ടല്ല, പിന്നെ ചോദിച്ചെങ്കിൽ പറഞ്ഞു തരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ മറന്നതാണല്ലേ. അപ്പം ഇത്തരം തമാശകളൊക്കെ ഷെയർ ചെയ്യുകയും നമ്മളുടെ ടേസ്റ്റുകളും ഒക്കെ മനസ്സിലാക്കുകയും നിലത്ത് നിൽക്കുകയും
അങ്ങനെ ഉണ്ടല്ലോ, നിലത്ത് നിൽക്കുകയും കാര്യങ്ങളും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ ഒരു തമാശയും കാര്യം അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കൂടുതൽ ചിലപ്പോൾ ആ സൗഹൃദവും ഇഷ്ടവും നിലനിൽക്കുന്നത്. അതുപോലെ നമ്മളന്ന് കുണ്ടറയിൽ ചെയ്ത പ്രോഗ്രാം പോലെ തന്നെ ഒരു ശ്രീകാന്തിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നൊരു വർക്ക് വിസ്മയ മൽഹാർ എന്ന് പറഞ്ഞിട്ട്, അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലുള്ളൊരു ഒരു പോർഷൻ എടുത്തിട്ട് സ്വാതിരുന്നാളിന് മുമ്പ് മഴ പെയ്യിപ്പിച്ച ഒരു മഹാമാന്ത്രികൻ്റെ കഥ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് ചെയ്തത്. നമ്മുടെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന്. ആ സമയത്ത് അദ്ദേഹം ആ പ്രോഗ്രാം കംപ്ലീറ്റ് കണ്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഓക്കെ. ഓക്കെ. ഇപ്പോൾ കണ്ടതിൽ എന്തെങ്കിലും ശങ്ക ബാക്കിയുണ്ടോ? എന്തുപറ്റി? തിരുമനസിനെ കാണാനില്ല. കാണാനില്ലെന്നോ? തോളേറ്റി വരുന്ന മഞ്ചലിൽ നിന്നും അദ്ദേഹം എങ്ങോട്ട് മാഞ്ഞു പോകാൻ? നോക്കട്ടെ. देवन के पति इंद्र, देवन के पति इंद्र. വർഷിണി പാടാതെ അരഞ്ഞൊടി കൊണ്ട് മഴ പെയ്യിച്ചയാളാണിയാൾ. മോഹൻലാലുമായിട്ട് ഒരു വിവാദം ഉണ്ടായല്ലോ. അതെ അതെ. ലാലിനെ ഇങ്ങനെ മാജിക്കിലേക്ക് കൊണ്ടുവരുന്നു. ഫയർ എസ്കേപ്പിൽ അദ്ദേഹത്തിന് കലാകാരന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നൊക്കെ പറഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായി. സത്യത്തിൽ അനാവശ്യമായ വിവാദമായിരുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും വിവാദമാക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അപ്പം അന്ന് ശരിക്കും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടു. ആക്ച്വലി അത് ബേണിംഗ് ഇലൂഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. ശരിക്കും ബേണിംഗ് ഇലൂഷനാണ് ചെയ്തത്. അത് ലാലേട്ടനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്, മാജിക് ഷോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ അക്കാഡമിയിൽ വന്ന് പഠിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു തവണ ഇങ്ങനെ നമ്മളെന്തോ ചർച്ച ചെയ്യുന്നത്, ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഒരു 1000 മജീഷ്യൻസ് പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് ഫസ്റ്റ് ഷോ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാം അങ്ങനെ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ഒരു എസ്കേപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബേണിംഗ് ഇലൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഐറ്റം ഡിസൈൻ ചെയ്തു. അത് അദ്ദേഹം ഡെഡിക്കേഷനോട് കൂടി കണ്ടമാനം പ്രാക്ടീസ് ചെയ്തു. പ്രസൻറ്റേഷൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോട്ടോ. കാരണം അതിൻ്റെ ആ വരവിനകത്തുള്ളൊരു എനർജിയും അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ കാണുമ്പോഴേ നമ്മൾ അതിനകത്തൊരു എന്താ പറയുക ഞാൻ പറയും അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബോൺ മജീഷ്യനാണെന്ന് പറയും. അദ്ദേഹം ഭരതനാട്യം ഒന്നും പഠിച്ചിട്ടില്ല. കമലതളത്തിൽ അദ്ദേഹം ഡാൻസ് ചെയ്യാൻ കാണുമ്പോൾ നല്ല ഡാൻസർ ചെയ്യണമായിരിക്കും. അതൊരു മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആ മാജിക് ചെയ്ത് വിജയിച്ചിരുന്നെങ്കിൽ, നേരത്തെ നമ്മൾ മാജിക് അക്കാഡമി ഡയറക്ടർ പറഞ്ഞ പോലെ കേരളത്തിലെ മാജിക്കിൻ്റെ തലം വേറെ തലത്തേക്ക് ഡെവലപ്പ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാലും നടന്നില്ല.